ഹായ്, നമുക്കൊരു കൂൺ ബിരിയാണി ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടായി വരുന്ന സമയത്ത് കുറച്ച് സ്പൈസസും ഒരു 4 സവാള കനം കുറഞ്ഞ് അരിഞ്ഞതും കൂടെ ഇട്ട് അര സ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഞാൻ ആദ്യമായിട്ടാട്ടോ കൂൺ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഞാൻ സാധാരണ കൂണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൂണ് റോസ്റ്റൊക്കെ ഉണ്ടാക്കൽ. അപ്പോൾ ഞാൻ യൂട്യൂബിലൊരു വീഡിയോ കണ്ട് അത് കണ്ടപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. ഇനി അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് മൂന്നും കൂടെ ഒന്ന് ചതച്ചത് ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് ഒരു 2 തക്കാളി അതും കൂടെ കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. തക്കാളിയുടെ ആ പച്ചച്ചവ മാറുന്ന വരെ ഒന്ന് നന്നായിട്ട് വേവിക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടെ ചേർക്കുക. ഞാൻ മറ്റുള്ള മസാലപ്പൊടികളൊന്നും അതിലേക്ക് ചേർക്കണില്ല, ബിരിയാണി മസാല മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് വേവിക്കുക. എന്നിട്ട് അതിന് ശേഷം 1 ടീസ്പൂൺ തൈരും കൂടി ചേർക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൂണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കൂണിലേക്ക് ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ആ കൂണിൽ നിന്നുള്ള വെള്ളം തന്നെ ഇറങ്ങിയിട്ട് അത് നല്ല വേവും. ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ട റൈസ് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് അതിൽ സ്പൈസസ് ഇട്ട് 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് എടുക്കേണ്ടത്. അതും കൂടെ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും ഒരു പിടി മല്ലിയിലയും കുറച്ച് വിനെഗറും ചേർത്തിട്ട് ഒന്ന് തിളയ്ക്കാൻ വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ട അണ്ടി മുന്തിരി ഒന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ വെള്ളം തിള വരുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറഞ്ഞൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക. ഫ്ലെയിം കൂട്ടി വെക്കരുത് കേട്ടോ, അപ്പോൾ റൈസൊക്കെ കരിഞ്ഞു പോവും. ഒരു വിസിലിന് ശേഷം നമ്മളത് തുറന്നു കൊടുത്തിട്ട് റൈസ് ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിൽ നിന്ന് ഒരു 4-5 കോരി മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാലക്കൂട്ട് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നിരത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ കോരി മാറ്റി വെച്ചിട്ടുള്ള ആ റൈസും കൂടി ചേർത്തിട്ട് ഒന്ന് പരത്തി ലെവലാക്കി കൊടുക്കുക. അതിലേക്ക് കുറച്ച് മല്ലിയിലയും അതേപോലെ തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള അണ്ടി മുന്തിരിയും കൂടെ ചേർത്ത് ഒന്ന് ചെറിയ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കുക. അപ്പോൾ അതിൻ്റെ എയറൊക്കെ പോയതിൻ്റെ ശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.